നിങ്ങളുടെ മകൻ വിഷ്ണുവിന്റെ വിവാഹം താമസിയാതെ നടക്കും. അവിവാഹിതനായ അമ്മാവന് സന്തോഷമായല്ലോ. സന്തോഷമായി. എൻ്റെ അനുഭവം എൻ്റെ മരുമകനും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. നിന്നെ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോടി. നീ അവിടെ ഉണ്ടെങ്കിലല്ലേ ഇല്ലത്തെ പുറംപണികളൊക്കെ നടക്കൂ. ഞാൻ പങ്കി പറഞ്ഞു നിന്റെ ആങ്ങളെയും ഭാര്യയും കുട്ടിയും വന്നു. ഇതാണോ ആ കുട്ടി? അതെ. അങ്ങേർക്ക് എന്തുവാടി ജോലി? പോലീസിലാ, തൃപ്രയാറ്. മോളുടെ പേരെന്താ? ബിന്ദു. ഇന്നോ നാളെയോ ഇല്ലത്തേക്ക് വന്നേക്കണം. പുറംപണി കുറെ ഉണ്ട്. പോവാ. വാ മോളെ. ചേച്ചി, ഇവരൊക്കെ പഠിച്ച് പോലീസും പട്ടാളം ആയി കഴിഞ്ഞാ ഇനിയുള്ള കാലത്ത് പുറംപണിയൊക്കെ ആരാ ചെയ്യുക? അവർക്കും പഠിപ്പോ ഉദ്യോഗമൊക്കെ വേണ്ടേ? ഇല്ലെങ്കിലും ചേച്ചിക്ക് പണ്ടേ ഇവരോടൊക്കെ നല്ല കൂറ. ഒന്ന് പോടാ. മക്കളെ ചായ. ചേച്ചി, വെള്ളപ്പൊക്കം വന്ന് വീടുകളെല്ലാം ഒലിച്ചു പോയല്ലോ. വീടുകൾ മാത്രല്ല ചേച്ചി, ചില മനുഷ്യര് ഒലിച്ചുപോയി. അവരുടെ ശവം പോലും കിട്ടിയിട്ടില്ല. മഴ കഴിയാൻ നോക്കിയിരിക്കാ തോണ്ടിയെടുക്കാൻ. കൊറേ നാളായില്ലേ മനുഷ്യൻ ഈ ഭൂമിയെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. അതിനൊരു താക്കിത. ആദ്യം മഴയായിട്ട് പെയ്തു വന്നു, ഇനി കൊടുങ്കാറ്റായിട്ട് വരും. ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി ജീവിച്ചാ കൊള്ളാം. ഇതാരി തമ്പുരാനും തമ്പുരാട്ടിയോ? എങ്ങനെയുണ്ട് ചായ കച്ചവടമൊക്കെ? അങ്ങനെയൊക്കെ പോകുന്നു. നിങ്ങൾ ഞായറാഴ്ച അങ്ങോട്ട് വരുമല്ലോ? ആ വരാ. എന്നാ ഞങ്ങൾ വരട്ടെ. ഇയാളെന്താ ചേച്ചി കല്യാണം കഴിക്കാൻ നടക്കുന്നേ? അയാള് കല്യാണം കഴിക്കാന്ന് വെച്ച പെണ്ണിന് ദുർമരണം സംഭവിച്ചു. ഈ എല്ലാത്തിനും ശാപം ഉണ്ടെന്നാ കേട്ടുകേൾവി. സീത തമ്പുരാട്ടിന്റെ മകനും കല്യാണമില്ലെന്നാ കേട്ടുകേൾവി. പറയുന്നവര് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയട്ടെ. നടക്കണ്ട സമയത്ത് നടക്കും. 1, 3, 4000 തേങ്ങ. അത് നീ കൃഷ്ണനോട് പറഞ്ഞാ മതി. ആ ശരി, പറയാം. നമസ്കാരം ചേച്ചി, എനിക്കൊരു ചായ. ഇപ്പൊ എടുക്കാം. കൃഷ്ണ, ആ കുഞ്ഞപ്പന്റെ വീട്ടിൽ പോയി തേങ്ങയുടെ പൈസ വാങ്ങണം. പിന്നെ പാടത്തേക്കുള്ള വളം ബ്ലോക്ക് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വരുമ്പോ അതും കൂടെ കൊണ്ടുവരൂ. ശരി തിരുമേനി. എന്നും ഞാൻ ഓർക്കുന്നു ജെസ്സി എന്ന ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയെ. ഫോർട്ട് കൊച്ചിയിൽ വെച്ച് ഞാൻ കണ്ട ദിവസം 1993 മെയ് 15. അന്ന് ഞാൻ ഫോർട്ട് കൊച്ചിയിൽ ബാങ്ക് കാഷ്യറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ആദ്യമായി കണ്ടപ്പോഴേ ഏതോ ഒരു മുൻജന്മ ബന്ധം പോലെ എനിക്ക് തോന്നി. വീണ്ടും ജെസ്സിയെ ഞാൻ ബാങ്കിൽ വെച്ചും മറ്റു പല സ്ഥലത്തും വെച്ച് കണ്ടു. ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. അത് ഇത്രയും വലിയ ബന്ധത്തിലേക്ക് എന്നെ എത്തിക്കുമെന്ന്
ഞാൻ കരുതിയില്ല. അങ്ങനെ ഒരു ദിവസം അവൾ പറഞ്ഞിട്ട് അവളുടെ പപ്പയെ കണ്ട് ഞങ്ങളുടെ വിവാഹത്തിന് അനുവാദം വാങ്ങാൻ ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു. നമസ്കാരം. ആ മിസ്റ്റർ ഭദ്രൻ. അതെ. മോൾ പറഞ്ഞിരുന്നു. വെൽക്കം മിസ്റ്റർ ഭദ്രൻ. ഹലോ. ടേക്ക് യു സീ. ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ട രൂപം തന്നെയാണ് താങ്കൾ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഈ ഫോർട്ട് കൊച്ചി വന്നിട്ട് 35 വർഷമായി. കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടായിരുന്നു വരവ്. പിന്നെ എല്ലാം എനിക്ക് ഇവിടെയായി. ബേസിക്കലി ഞങ്ങൾ ആലപ്പുഴക്കാരാ. ജെസ്സിയുടെ അമ്മ നേരത്തെ പോയി. ഇവളുടെ 5ാമത്തെ വയസ്സിൽ ഒരു പനിയായിരുന്നു തുടക്കം. 2 ആഴ്ച കിടന്നു. അങ്ങ് പോയി എന്റെ എലിസബത്ത്. എനിക്കിപ്പോ എന്റെ പൊന്നുമോളാണെല്ലാം. ഇനി എനിക്ക് എന്റെ മോളെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല. ശക്തനായ ഒരാളുടെ 2 കൈകൾ എന്റെ മോളെ അങ്ങ് ഏറ്റെടുത്തില്ലേ? ആ മിസ്റ്റർ ഭദ്രൻ, താങ്ക് യു. ദാ പെണ്ണിനൊന്ന് കണ്ടോളൂ. അതിന് ഭദ്രൻ സാർ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. പപ്പയെ ഒന്ന് പരിചയപ്പെടുകയായിരുന്നു മുഖ്യം. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്. കേട്ടോടി മോളെ നിന്റെ സാർ പറയുന്നത്. ഞാൻ സന്തുഷ്ടനാണ്. രജിസ്റ്റർ മാരേജ് ചെയ്യാനായിരുന്നു തീരുമാനം. എന്നിട്ട് ജെസ്സിയുമായി ഇല്ലത്ത് വരിക. അതിന് ഞാൻ ഒരു ഹിന്ദു പേര് കണ്ടെത്തി, അരുന്ധതി. അതെന്റെ അമ്മയുടെ പേരായിരുന്നു. ആ പേരിലൂടെ ഇല്ലത്തുള്ള എല്ലാവരെയും വശത്താക്കാനായിരുന്നു എന്റെ പരിപാടി. അന്നൊരു ദിവസം ഭദ്ര, വാട്ട് ഹാപ്പൻ? ജെസ്സി ഫ്ലവേഴ്സ് വിൽക്കാൻ തോപ്പുംപടി പോയപ്പോ അവിടെ വെച്ചൊരു ആക്സിഡന്റ്. ഒരു ടാങ്കർ ലോറി വന്ന് അവളുടെ സൈക്കിളിൽ ഇടിച്ചു. അവള് മാത്രമല്ല, അവളുടെ വയറ്റിൽ വളർന്ന നിന്റെ കുഞ്ഞും മരിച്ചു. വിഷ്ണുവിന് വന്ന ആലോചന ഉടനെ വേണം. അവനെ ഒന്ന് വിളിച്ചോ നീ? വിളിച്ചു. വൈകിട്ട് വരുന്ന ദിവസം പറയും. നിന്റെയോ നിന്നുപോയി. ഇനിയിപ്പൊ അവനും. മറ്റാളുകൾ പലതും പറയുന്നത് എന്റെ ചെവിയിൽ എത്തുന്നുണ്ട്. വിഷ്ണുവിന്റെ അച്ഛനും ദുർമരണമായിരുന്നല്ലോ. നീയോ ജാതിയും മതവും മറന്നു. ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുന്ന എന്റെ വേദന ആർക്കും മനസ്സിലാവില്ല. ചായ. അച്ഛാ, ഞാൻ കോളേജിൽ പോയിട്ട് വരട്ടെ. മോളെ, എന്താ അച്ഛാ? ഇക്കൊല്ലം MSc ഫൈനൽ ഇയർ ആണ്. കൂട്ടുകാരുമായി ചേർന്ന് ഉഴപ്പരുത്. ഫസ്റ്റ് ക്ലാസ് വാങ്ങണം. ശരി അച്ഛാ. എന്റെ മോളാണ് അച്ഛന്റെ സ്വപ്നം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവള് നല്ല മിടുക്കിയായിട്ട് തന്നെ പഠിക്കും. ആ, മോള് പോയിട്ട് വാ. എന്താ അശോക? നമസ്കാരം ചേട്ടാ. പിന്നെ ഇത് കോഴിക്കോട് മേയർ പ്രേംകുമാറിന്റെ മകൻ പ്രവീൺ. ഞങ്ങൾക്ക് ഇന്നൊരു പുതിയ സാധനത്തെ അറേഞ്ച് ചെയ്ത് തരണം. പൈസ എത്ര വേണമെങ്കിലും തരാം. പുതിയ 2 കക്ഷികൾ വന്നിട്ടുണ്ട്. ഹോസ്റ്റലിൽ താമസിക്കുന്നവരാ. നിങ്ങൾ ഹോട്ടലിലേക്ക് വെക്കോ. ഞാൻ ഫോട്ടോയായിട്ട് അങ്ങോട്ട് വരാം. ഇവിടെ നിന്ന് അധികം കറങ്ങിയാൽ പെണ്ണുപിള്ളയ്ക്ക് സംശയം വരും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓ, വെക്കോ. പ്രവീണെ, ഇതാ കൂട്ടുകുടുപ്പുകാരൻ ശ്രീധരൻ.
ആരാ ചേട്ടാ അത്? ആ കോഴിക്കോട് മേയറുടെ മകനാ. പുള്ളിക്കാരന്റെ പെങ്ങൾക്കൊരു കല്യാണാലോചന. ഉം. നീ പോയി വെള്ളം ചൂടാക്ക്, എനിക്ക് അങ്ങോട്ട് പോകണം. ശരി, ചൂടാക്കാം. ആ മോളി, ശ്രീധരൻ ചേട്ടനാ. എന്താണോ? ചേച്ചി കടിയുണ്ടോ? ഇല്ല, കടി ഉണ്ടായിപ്പൊരുത്തരും വന്നില്ല. കടി തീർന്നപ്പോഴാ ഓരോരുത്തർ വന്നത്. വൈകുന്നേരത്തേക്ക് കടിയാവോ? 3 മണിയോടെ കടിയാകും, ചിലപ്പോ 4 മണി. എന്നാലേ കടിയാകുമ്പം വരാം. ഓ ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. കടി ഉള്ളപ്പോ വരികയല്ല, ഇല്ലാത്തപ്പോ വരും. കടി ഉണ്ടാന്ന് ചോദിച്ചിട്ടുണ്ട്.